സിന്ദൂറിനെതിരെ പോസ്റ്റ് ഇട്ട് നാഗ്പൂരിൽ അറസ്റ്റിലായ മലയാളി റിജാസിന്റെ കൊച്ചിയിലെ വീട്ടിൽ ATS എത്തി. എളമക്കര കീർത്തി നഗറിലെ വീട്ടിൽ മഹാരാഷ്ട്ര ATSനൊപ്പം കേരള പോലീസും ഉണ്ട്. അരുൺ ശങ്കർ വിവരങ്ങളുമായിട്ട്. അരുൺ, രാജ്യം ഏറ്റവും വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇതുപോലെയുള്ള രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. മലയാളിയായിപ്പോയല്ലോ എന്നത് നമുക്കും അപമാനകരമാണ്. എപ്പോഴാണ് പരിശോധന തുടങ്ങിയത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ധുവിനെ വിമർശിച്ചു എന്നതിന്റെ പേരിൽ കേസെടുത്ത കൊച്ചി സ്വദേശി റിജാസിന്റെ വീട്ടിൽ ഇപ്പോൾ മഹാരാഷ്ട്ര നിന്നുള്ള AT സംഘം റെയ്ഡും അതോടൊപ്പം തന്നെ വീട്ടുകാരിൽ നിന്ന് മൊഴിയും എടുക്കുകയാണ്. റിജാസിനെ കഴിഞ്ഞ ദിവസമാണ് നാഗ്പൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. ഒരു സുഹൃത്തിനോടൊപ്പമാണ് അറസ്റ്റ് ചെയ്തത്. പക്ഷേ സുഹൃത്തിനെ പിന്നീട് വിട്ടയച്ചു. റിജാസ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ഉള്ളത്. അതിനെ തുടർന്നാണ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് മഹാരാഷ്ട്രയിലുള്ള AT സംഘവും നാഗ്പൂർ പോലീസിന്റെ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ IB ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘം റിജാസിന്റെ കൊച്ചിയിലെ എളമക്കരയിലുള്ള കീർത്തിനഗറിലെ വീട്ടിലെത്തിയത്. ഉച്ചയ്ക്ക് ഈ സംഘം ഇവിടെ എത്തിയിരുന്നു. അപ്പോൾ വീട്ടുകാർ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു. അതിനുശേഷം വൈകിട്ട് 7:45 സംഘം വീട്ടിലെത്തുന്നത്. വീട്ടിൽ പരിശോധന നടത്തി എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ വീട്ടിൽ നിലവിൽ 3 പേരാണുള്ളത്. റിജാസിൻ്റെ ഉമ്മ, ഉപ്പ, സഹോദരൻ. ഈ 3 പേരിൽ നിന്നും ഈ സംഘം മൊഴിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 മണിക്കൂറിലധികമായി മൊഴി എടുപ്പ് തുടങ്ങിയിട്ട് ഈ സ്ഥലത്തെ മെമ്പറിൻ്റെ സാന്നിധ്യത്തിലാണ് ഈ മൊഴിയെടുപ്പ് നടക്കുന്നത്. കൂടുതൽ പരിശോധനകൾ കൊച്ചി കേന്ദ്രീകരിച്ചുണ്ടാകുമെന്നുള്ളതാണ് മഹാരാഷ്ട്ര AT സംഘം അറിയിക്കുന്നത്. റിജാസിൻ്റെ ഇവിടുത്തെ സൗഹൃദം അതോടൊപ്പം തന്നെ ഏതൊക്കെ മേഖലയിൽ ഇടപെടുന്നുണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തും എന്നുള്ളതാണ് ATS വ്യക്തമാക്കുന്നത്. കൂടുതൽ റെയ്ഡ് ഉണ്ടാകാനുള്ള സാധ്യതയും ATS തള്ളിക്കളയുന്നില്ല.